നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ കേസിൽ ഇപ്പോൾ വല്ലാത്ത കാഴ്ചകളാണ്. ഒരു വശത്ത് ഷെഹനാസ് കത്തിക്കുന്നു. രാഹുൽ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും തനിക്കില്ല എന്നാണ് ഷെഹനാസ് പറയുന്നത്. രാഹുലിന്റെ മുഖത്തു നോക്കി സംസാരിക്കാനുള്ള ആർജവം തനിക്കുണ്ടെന്നും പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുന്നു എന്നും ഷെഹനാസ്. രാഹുലിന്റെ മുന്നിലിരിക്കാൻ ധൈര്യമുണ്ടോ? രാഹുലിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. മറുവശത്തേറെ രസകരമായ സംഭവങ്ങൾ. 24 ന്യൂസിലെ ഹാഷ്മിക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ രാഹുൽ ബാങ്കൂട്ടം ചിലതൊക്കെ തുറന്നു പറഞ്ഞു. മൂന്നാം അതിജീവിതയെ താൻ സാമ്പത്തിക ചൂഷണം നടത്തിയിട്ടില്ല എന്നായിരുന്നു ചാനൽ അഭിമുഖത്തിൽ രാഹുൽ ബാങ്കൂട്ടം പറഞ്ഞത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ലക്ഷ്മി പത്മ കളത്തിലിറങ്ങി. മൂന്നാം പരാതിക്കാരി രാഹുൽ ബാങ്കൂട്ടത്തിന് അയച്ചു കൊടുത്ത ഗിഫ്റ്റുകളുടെ വിശദാംശങ്ങളാണ് ലക്ഷ്മി പത്മ തൻ്റെ ഫേസ്ബുക്കിലിട്ടത്. ഒപ്പം രാഹുൽ ബാങ്കൂട്ടത്തിന് മൂന്നാം പരാതിക്കാരി അയച്ച പണത്തിന്റെ വിശദാംശങ്ങളും. അതിന് മറുപടിയുമായി ഇന്നലെ ഫെനി നയനാൻ കളത്തിലിറങ്ങി. ആ മറുപടി ലക്ഷ്മി പത്മയെ അട്ടപടലം വെട്ടിലാക്കി. ഫെനി നയനാന്റെ മറുപടി ഇങ്ങനെ: ലക്ഷ്മി പത്മ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്റെയും ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട്. ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നും മുഖത്ത് തുപ്പിയെന്നും ആരോപണം ഉന്നയിച്ച പരാതിക്കാരി രാഹുൽ ബാങ്കൂട്ടം MLAക്ക് അതിനുശേഷവും ഷാമ്പുവും ഫേസ് വാഷും കസ്റ്റമൈസ്ഡ് കീ ചെയിനും വാച്ചും ചെരുപ്പും ഗോട്ട് മിൽക്കുമൊക്കെ വാങ്ങിക്കൊടുത്തുവെന്ന് സൂചിപ്പിക്കുന്ന താങ്കളുടെ സ്ക്രീൻഷോട്ടുകൾ കണ്ടു. 3 തവണയായി 20,000 രൂപ പണമായി അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ടും അക്കൂട്ടത്തിലുണ്ട്. രാഹുൽ ബാങ്കൂട്ടം തനിക്കവർ പണം അയച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് താൻ 1 രൂപയെങ്കിലും അവരോട് ആവശ്യപ്പെട്ടതിൻ്റെ തെളിവ് പുറത്തുവിടാനാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ? ലക്ഷ്മി പത്മ 20-ൽ പരം സ്ക്രീൻഷോട്ട് ഇട്ടതിൽ നിന്ന് 1 തവണ പണം അയച്ചതിൻ്റെ മാത്രം ഏത് മാസത്തിലാണ് അയച്ചത് എന്ന് മറച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ഞാൻ തന്നെ പറയാം. ഏപ്രിൽ 14, 2024 നിങ്ങൾ മറച്ച ഡേറ്റ്. ഏപ്രിൽ 14 പ്രത്യേകത ബലാത്സംഗം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഏപ്രിൽ 8 കഴിഞ്ഞ് കൃത്യം 6 ദിവസത്തിന് ശേഷമുള്ള ഡേറ്റാണ്. താങ്കൾ പണമയച്ച് തീയതി മറയ്ക്കാൻ കാരണം ബലാത്സംഗം ചെയ്ത് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവ് മായും മുൻപേ 10,000 രൂപ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കുന്ന ആൾക്ക് കൊടുത്തതിൻ്റെ ലോജിക് താങ്കൾക്ക് പോലും ദഹിക്കാത്തത് കൊണ്ടാകുമല്ലേ? ലക്ഷ്മി പത്മയുടെ ഉത്തരം പൊട്ടിക്കുന്ന ചോദ്യമാണ് ഫെനി നയനാൻ അങ്ങോട്ടേക്ക് ഇട്ടുകൊടുത്തത്. ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയപ്പെടുന്ന ദിവസത്തിന് 8 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ 10,000 രൂപ അക്കൗണ്ടിൽ. ലക്ഷ്മി പത്മ എങ്ങനെ ഈ അതിജീവിതകളുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിക്കുന്നു? എന്തുകൊണ്ടാണ് ലക്ഷ്മി പത്മ രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ഇത്ര ശക്തമായ പോരാട്ടം നയിക്കുന്നത്? ആദ്യ അതിജീവിതയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സമൂഹത്തിന് മുന്നിൽ വെച്ചത് ലക്ഷ്മി പത്മ തന്നെ. അന്ന് ഞാൻ അവളെ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന ലക്ഷ്മി പത്മയുടെ ഒരു പോസ്റ്റ്. ഇപ്പോഴിതാ മൂന്നാം അതിജീവിതയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നതും ഇതേ ലക്ഷ്മി പത്മ തന്നെ. ഇതിൽ 1-ാം പരാതിക്കാരിക്കും 3-ാം പരാതിക്കാരിക്കും ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന സത്യം കൂടി നമ്മൾ മറക്കരുത്. അവിടെയാണ് ഫെനി നയനാന്റെ മറുപടി ലക്ഷ്മി പത്മയുടെ ഉത്തരം മുട്ടിക്കുന്നത്. ഒരു കൂട്ടം സ്ത്രീകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പട നയിക്കുന്നത്. ഇവരൊക്കെ പൊതുരംഗത്ത് ആക്ടിവിസ്റ്റുകൾ എന്ന ലേബലുള്ളവരും. ഇന്നലെ ജസ്ല മാടശ്ശേരി ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. ദീർഘവീക്ഷണം, ഒരാളുടെ പോക്ക് കണ്ടാൽ ഏതറ്റം വരെ എത്തുമെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, കോഴികളെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് മണക്കും. ഇതൊക്കെ എനിക്കല്പം കൂടുതലുണ്ടെന്ന് അഹങ്കാരമുണ്ടായിരുന്നു. ചെറുതായുണ്ട്. എവിടെ സ്റ്റോപ്പിടണമെന്ന് ഭംഗിയായി അറിയാം. ഇതിലൊരു മോശവുമില്ല. രസകരമായി കാണാനുള്ളതേ ഉള്ളൂ. ഇത്രയും നിഷ്കളങ്കരായ ഏട്ടായിമാർ എത്രയുണ്ടെന്നോ നിങ്ങൾ വിചാരിക്കും മാങ്ങാക്കൂട്ടം മാത്രമാണെന്ന്. പെണ്ണുങ്ങളോട് പരിധി വിട്ട് വീമ്പ് കളിച്ചാൽ കുറേ എണ്ണത്തിൻ്റെ വൃത്തികെട്ട മുഖംമൂടി അഴിച്ചുപറിച്ച് വസ്ത്രാക്ഷേപം നടത്തും. ഈ സിസ്റ്റം മാറണമെങ്കിൽ, എല്ലാത്തിനെയും വലിച്ചു പറിച്ച് കാണിക്കണമെങ്കിൽ കേരളത്തിലെ മിടുക്കികളായ നിങ്ങളിന്നോളം കാണാത്ത തൻ്റെ ഇടം കയ്യിലുള്ള അനേകം സ്ത്രീകളുണ്ട് ഇവിടെ. ഒരുമിച്ച് കൈചേർത്ത് പിടിച്ചാൽ പിഴുതെറിയാൻ കഴിയുന്ന അനേകം കാര്യങ്ങളുണ്ടെന്ന് തിരിച്ചറിയാൻ മാറ്റമായവർ. മാന്യതയുടെ പാവത്താൻ്റെ മുഖംമൂടി അണിഞ്ഞ് നിയമസഭയിൽ ഇരിക്കുന്ന മാന്യരുടെ വെറുതെ കൊങ്ങുകൾ ഓവറാക്കി ചളവാക്കേണ്ട. സ്ത്രീ പീഡന വീരന്മാരാണ് കോൺഗ്രസിന് യുവ മുഖമുദ്രയായി ഇലക്ഷനുകളിൽ മത്സരിക്കുന്നതെങ്കിൽ കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് മേൽ കയറിയാവും ആ സ്ഥാനാർത്ഥിത്വം. ആവർത്തിക്കുന്ന രാഹുൽ വെറും കോഴിയല്ല, കുരുപ്പ് പിടിച്ച കോഴിയാണ്. മാന്യന്മാരുടെ മഹാസംഗമം കണ്ട് ഓക്കാനം വരുന്നു. വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോൾ അവൻ്റെ ഒരു പീഡന ന്യായീകരണ ഇൻ്റർവ്യൂ. ഈ ചാറ്റ് അവിടെ വെച്ച് ഞാൻ നിർത്തിയത് കൊണ്ട് ഇതിൽ മോശമായൊന്നുമില്ല, അവൻ മോശക്കാരനല്ല എന്ന് ന്യായീകരിക്കുന്നവർക്ക് ഉപകരിച്ചേക്കാം. ജസ്ല മാടശ്ശേരിക്ക് രാഹുൽ ബാങ്കൂട്ടം അയച്ച ഒരു ചാറ്റാണ് ജസ്ല പുറത്തുവിട്ടത്. ഈ ചാറ്റിൽ എന്തു കുഴപ്പമെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ഇതിനിടയിൽ നിയാസ് മലബാറിയെ പോലുള്ളവർ MA ഷഹനാസിനെതിരെ ചില ചോദ്യങ്ങളുമായി രംഗത്തെത്തി.
എനിക്കറിയാവുന്ന ഷെഹനാസ് എന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ഇതാവട്ടെ നിയാസ് മലബാറിയുടെയും. 2014 കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ PG വിദ്യാർത്ഥിനിയായിരിക്കെ തനിക്ക് UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടിയെന്ന് കോളേജ് മാനേജ്മെന്റിനെ ധരിപ്പിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജ് മാനേജ്മെന്റ് നൽകിയ സ്വീകരണവും വാങ്ങുന്നു. ശേഷം കോളേജിലും പുറത്തും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിക്കുന്നു. എന്നാൽ പിന്നീട് സംശയം തോന്നി കോളേജ് മാനേജ്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ ഷെഹനാസ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് പോലുമില്ല എന്ന് മനസ്സിലാകുന്നു. സംഭവം വിവാദമായതിനെ തുടർന്ന് നാണം കെട്ട് കോളേജ് വിട്ടു. ഷെഹനാസ് IASന്റെ 2ാം ഭാഗം നാളെ. ഈ കഥയിലെ വാസ്തവമൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇത്തരം കഥകൾ പ്രചരിക്കുമ്പോൾ അതിനും കൂടി ഷെഹനാസ് ഒന്ന് മറുപടി പറയുന്നത് നല്ലതായിരിക്കും. ചാനൽ അഭിമുഖത്തിൽ രാഹുൽ പാങ്കൂട്ടം 3 സ്ത്രീകളുടെ പേരെടുത്ത് പറഞ്ഞു. അതാണ് ഇവരെ ചൊടിപ്പിച്ചത്. MA ഷെഹനാസ്, ഹണി ഭാസ്കരൻ, റിനി ജോർജ് എന്നിവരുടെ പേരാണ് രാഹുൽ ആ അഭിമുഖത്തിൽ തുറന്നടിച്ചത്. അവർ മൂവർക്കുമുള്ള മറുപടി രാഹുൽ കൊടുത്തിരുന്നു. 3 പേരുമായും തനിക്ക് നല്ല സൗഹൃദമുണ്ടായിരുന്നുവെന്നാണ് അഭിമുഖത്തിൽ രാഹുൽ പറഞ്ഞത്. എന്നിട്ട് തനിക്ക് നേരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്ന് രാഹുൽ പറഞ്ഞു വെച്ചു. ഇതോടെയാണ് ഈ 3 സ്ത്രീകളും സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിനെതിരെ അതിശക്തമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നു. ഇനി രാഹുൽ നൽകിയ ഒരു ഇന്റർവ്യൂ പോലെ തെളിവ് സമർപ്പിച്ച് ഇവർക്ക് നൽകാൻ തൻ്റെ ഇടമുണ്ടോ? രാഹുൽ മിണ്ടാതിരുന്ന കാലത്ത് 3 വട്ടം മാധ്യമങ്ങളെ കണ്ടിരുന്ന ഇവർക്കിപ്പോൾ ഇവരുടെ ഭാഗം പറയുന്നതിന് എന്ത് മടിയാണ്? മറുവശത്ത് കാശ്മീരെ തെറി വിളിച്ചാൽ ഈ നീതി നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഷെഹനാസ് കഴിഞ്ഞ ഓഗസ്റ്റ് വരെ താനുമായി സൗഹൃദം പുലർത്തിയിരുന്നുവെന്നാണ് രാഹുൽ പാങ്കൂട്ടം ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞത്. അത് തെറ്റാണെങ്കിൽ ഷെഹനാസ് കേസ് കൊടുക്കട്ടെ. തന്നെ ഡൽഹിയിലേക്ക് വിളിച്ച സമയത്ത് തന്നെ താൻ ശക്തമായി പ്രതികരിച്ചുവെന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് നേരത്തെ ഷെഹനാസ് പറഞ്ഞത്. എന്തായാലും എല്ലാ അതിജീവിതകളോടും മാത്രമല്ല, തനിക്കെതിരെ ആരോപണമുന്നയിച്ച മറ്റ് സ്ത്രീകളെയും രാഹുൽ വെല്ലുവിളിച്ചിരുന്നു. താനുമായി നടത്തിയ മുഴുവൻ ചാറ്റുകളുടെയും വിശദാംശങ്ങൾ പുറത്തുവിടാൻ. അതിന് റിനിയാൻ ജോർജും ഹണി ഭാസ്കരനും പിന്നെ ഷെഹനാസും തയ്യാറാണോ എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ ചോദ്യം. സംവാദത്തിന് രാഹുലിനെ വെല്ലുവിളിച്ച ഷെഹനാസിനുള്ള മറുപടി രാഹുൽ ഇപ്പോൾ നൽകിക്കഴിഞ്ഞു. പരസ്യ സംവാദത്തിന് താൻ തയ്യാറാണ് എന്ന നിലയ്ക്ക് രാഹുലും പ്രതികരിക്കുന്നു. ചുരുക്കത്തിൽ രാഹുൽ പാങ്കൂട്ടം വിഷയം കൂടുതൽ ചൂടുപിടിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി സംസാരിച്ച് രംഗത്തെത്തിയിരുന്ന ദീപ ജോസഫിനെതിരെയും രാഹുൽ ഈശ്വറിനെതിരെയും ഒക്കെ കേസെടുത്തിരുന്നു നമ്മുടെ പോലീസ്. തുടർന്ന് രാഹുൽ ഈശ്വർ അറസ്റ്റിലായി. ദീപ ജോസഫിന് മുൻകൂർ ജാമ്യവും കിട്ടി. ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകയാണ്. പിന്നീട് ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ ഈ വിഷയം ഉന്നയിച്ചു. ഇപ്പോഴിതാ അതിജീവിതയും സുപ്രീം കോടതിയിലെത്തി. ദീപ ജോസഫ് സൈബർ വെട്ടുകിളിക്കോട്ടത്തിന്റെ നേതാവെന്നാണ് രാഹുൽ കേസിലെ 1ാം പരാതിക്കാരി സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. തന്നെയും മറ്റിരകളെയുമൊക്കെ ദീപയും സംഘവും നിരന്തരം വേട്ടയാടുന്നു. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ട്രാൻസ്ലേഷൻ ദീപ വളച്ചൊടിച്ചു എന്നാണ് അതിജീവിത പറയുന്നത്. മറുവശത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ പാങ്കൂട്ടത്തിനുള്ള പിന്തുണയേറുന്നു. ഒരു കുറ്റാരോപിതൻ മാത്രമാണ് രാഹുൽ എന്ന് VD സതീശൻ ഇന്നലെ തുറന്നു പറഞ്ഞു. രാഹുലിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് തീർക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തകരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയത് ലക്ഷ്മി പത്മയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ. എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നു ഒരു ഡേറ്റ് മറച്ചുകൊണ്ട് ഇക്കണ്ട പോസ്റ്റ് ചെയ്യാൻ. ഫെബ്രുവരി 2-ാം തീയതിയാണ് ലക്ഷ്മി പത്മ ആ പോസ്റ്റിട്ട് കളിച്ചത്. അതാവട്ടെ ഇപ്പോൾ തിരിച്ചടിയായി. അതിശക്തമായ ഭാഷയിൽ ഫെനി നയനാൻ വെല്ലുവിളിച്ചതിന് തൊട്ടുപിന്നാലെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ആ 14 എന്ന ഡേറ്റ് മായ്ച്ചു കളഞ്ഞത്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.